പുതിയ ചിറകുകൾ നൽകുവാൻ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആദരണീയനായ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ദീപു കാട്ടൂർ സാറിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരിക്കുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ജന്മദിനമാണ് ജൂൺ 19. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മ ഭാരമായി തീർന്നുവോ 4 പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞുപോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണില നന്ദിത്തിരി കൺ തുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നോരോർമ്മകൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതയരിച്ചു. കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ അന്യയായ ഉമ്മ നൊന്തു നിൽക്കെ. വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം നിർമ്മല ബാല്യമേ നിന്നിൽ പകലൊട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂടുന്ന താപമായി തീരും ഈ മാതൃശാപം. അധ്യായങ്ങൾ വായിക്കുമ്പോഴും വായനക്കാരൻ സങ്കടക്കടൽ പാകുന്നു. ഇതിലെ ഓരോ പേജും നാം അറിയാതെ വായിച്ചു പോകും. ചതുപ്പുകളിൽ ആഴ്ന്നു പോകുമ്പോഴും തെളിയുന്ന പ്രതീക്ഷകളുടെ കിരണങ്ങളെക്കുറിച്ച് ഈ പുസ്തകം സംസാരിക്കുന്നു. ഇടുക്കി ജില്ലയിലെ കമ്പളികണ്ടം എന്ന മലയോര ഗ്രാമത്തിൽ നിന്നും പൊള്ളിക്കുന്ന അനുഭവങ്ങളിലൂടെ പാരീസിലെ പ്രശസ്ത സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായി വളർന്ന ബാബു എബ്രഹാമിന്റെ അനുഭവക്കുറിപ്പ്. ദിഗ്വിജയത്തിന് സർഗശക്തിയാ ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളെ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിന്മാർഗം മുടക്കുവാൻ. ദിഗ്വിജയത്തിന് സർഗശക്തിയാ ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാ അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂരബീജികാചാലന തന്ത്രമല്ലതിൻ സംസ്കാര മണ്ഡലം. അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം.
ജ്ഞാനത്തിൻ പ്രഭ വിതറേണം, അജ്ഞതയെന്നും വെടിയേണം. പുസ്തകവായനശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ. പുസ്തകവായനശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ. അറിവിൻ ശോഭ പരക്കട്ടെ. അറിവിൻ ശോഭ പരക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മഹത്തായ സന്ദേശം. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ പുതിയ ലോകത്തേക്കുള്ള ഒരു വാതിലാണ് തുറക്കപ്പെടുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. എല്ലാവരും ലോകത്തെ മാറ്റാൻ ചിന്തിക്കുന്നു, പക്ഷെ ആരും സ്വയം മാറാൻ ചിന്തിക്കുന്നില്ല. സ്വയം മാറാനുള്ള ആദ്യപടി ഒരു പുസ്തകം തുറക്കലാണ്. വായന നമ്മെ പുതിയ അർത്ഥതലങ്ങളിലേക്ക് നയിക്കും. ചിന്തിക്കാനും ഭാവന വളർത്താനും പുതിയ അർത്ഥതലങ്ങൾ തിരിച്ചറിയാനും വായന കാരണമാകും. വായനയുടെ അത്ഭുത ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ PM പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ PM പണിക്കരുടെ ചരമദിനം കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നു. 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനം ആചരിച്ചു വരുന്നത്. സ്മൃതി ദിനമാണിത്. സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിൽ നിന്ന് പുസ്തകമുണ്ട്? ഇല്ല. എന്നാൽ മൊബൈലുണ്ട്. 2 മിനിറ്റ് റീല് കാണാൻ സമയമുണ്ട്. എന്നാൽ 2 പേജ് വായിക്കാൻ സമയമില്ല. ഒരു പുസ്തകം നൽകുന്ന ആനന്ദവും അറിവും മൊബൈലിൽ കിട്ടുമോ? ഒന്ന് ആലോചിച്ചേ. പ്രതീക്ഷ കൊണ്ട് അവളുടെ കണ്ണുകൾ പ്രകാശിച്ചിരുന്നു. ഉത്കണ്ഠ കൊണ്ട് അവളുടെ ഹൃദയം തുടിക്കുന്നത് എനിക്ക് ഏതാണ്ട് കേൾക്കാമായിരുന്നു. നീല എൻ്റെ മകളാണ്. അവളുടെ വയസ്സ് 15. എൻ്റെ മകളുടെ മുഖത്ത് എന്താണ് ഇത്രയൊരു പ്രസാദം എന്ന് ഞാൻ ചോദിച്ചു. പ്രതീക്ഷ കൊണ്ട് അവളുടെ കണ്ണുകൾ പ്രകാശിച്ചിരുന്നു. ഉത്കണ്ഠ കൊണ്ട് അവളുടെ ഹൃദയം തുടിക്കുന്നത് എനിക്ക് ഏതാണ്ട് കേൾക്കാമായിരുന്നു. നല്ല വായന